ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നെമ്മീൻ കൊണ്ടിട്ടുള്ള ഒരു ഫ്രൈ ആണ്. നമുക്കൊരു ചെറിയ നെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അതിനെ നമ്മളിപ്പോൾ കഴുകി വൃത്തിയാക്കിയിട്ട് മുറിച്ച് വെച്ചിരിക്കുകയാണ്, കഷ്ണം കഷ്ണമാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി വേണം, ഒരു 7 അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂൺ കുരുമുളകും കൂടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇനി ഒരു ജാറിലേക്ക് തട്ടി കൊടുക്കുക. അതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, സാധാരണ മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്താൽ മതിയായിരിക്കും. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ നാരങ്ങാ നീര് ഇതിന് പകരം ചേർക്കാം. ഇത് രണ്ടും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള അത്രയും ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തത്. നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർക്കുക. ഇതൊന്ന് ആദ്യം ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തതിന് ശേഷം വെള്ളം ചേർത്ത് നല്ലപോലെ അരച്ചെടുത്തിട്ട് വരാം. നമ്മളിപ്പോൾ ഈ ഒരു പരുവത്തിനാണ് അരച്ചെടുത്ത് വന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ജാറിൽ അരയ്ക്കാൻ പറ്റുന്നില്ല എങ്കിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇടികല്ലിൽ ചതച്ചെടുത്തിട്ട് ബാക്കിയെല്ലാം പൊടികൾ ചേർത്താലും മതി. ഈ ഒരു സമയത്ത് നമുക്കിതിൽ ഉപ്പും പുളിയും ഒക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മളൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഓരോ മീനായിട്ട് ചേർത്ത് കൊടുത്ത് മീനിൽ മുഴുവൻ കൂട്ട് പുരട്ടിയെടുക്കാം. നമ്മൾ എല്ലാത്തിനും ഇപ്പൊ കൂട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് മാറ്റി വെച്ചേക്കാം. നമ്മളിപ്പോ 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഫ്രിഡ്ജിലല്ലാണ്ട് പുറത്തും വെച്ചിരിക്കാം. വെച്ചിട്ട് 15 മിനിറ്റ് ആയി. നമ്മളിപ്പോ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മീന് വറുക്കാൻ ആവശ്യമായ അത്രയും എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ എണ്ണയൊക്കെ ഇപ്പൊ ചൂടായിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് നമ്മുടെ മീനുകൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൈ കൊണ്ടിടുമ്പോൾ സൂക്ഷിക്കണേ, കയ്യിലേക്ക് എണ്ണ തെറിക്കാണ്ട്. ഇനി ഇത് കുറച്ച് സമയം ഇങ്ങനെ കിടന്നോട്ടെ. എന്നിട്ട് ഒരു സൈഡ് ചെറുതായിട്ട് മുരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് അടുത്ത സൈഡിൽ മറിച്ചിട്ട് കൊടുക്കാം. അതിന് മുമ്പ് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ കിടന്ന് ഈ കറിവേപ്പില നല്ലപോലെ മുരിഞ്ഞ് കിട്ടും. ഇനി കുറച്ച് സമയം ഇങ്ങനെ കിടന്നോട്ടെ.
സൈഡ് ചെറുതായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി മറിച്ചു കൊടുക്കാം. ഇനി ഇതും ഇങ്ങനെ കിടന്ന് കുറച്ച് സമയം വേവട്ടെ. ഇടയ്ക്ക് വെച്ചിട്ട് ഇതിന്റെ സൈഡൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് നല്ലപോലെ മുരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ നല്ലപോലെ എല്ലാ സൈഡും മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഒഴിച്ച എണ്ണ എത്രയും കറക്റ്റ് ആയിരുന്നു, നമുക്ക് അധികം എണ്ണയൊന്നും വന്നിട്ടില്ല. അപ്പൊ എല്ലാം കറക്റ്റ് പരുവത്തിന് പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ ഒരു സമയം തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ നെയ്മീൻ ഫ്രൈ റെഡി. അപ്പം ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയും വളരെ ടേസ്റ്റിയുമാണ്. എന്തായാലും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ സജഷൻസ് എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുള്ളവരെല്ലാവരും സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. താങ്ക്